ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഉടനെ തന്നെ നാട്ടിലോട്ട് പോവാണ്. ഞാൻ കേരളത്തിലോട്ട് പോവാണ്. സോ ഞാൻ പോണതിന് മുന്നേ കുറച്ച് ഹെയർ, ഫേസ്, നെയിൽസ്, മേക്ക് ഓവർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാനിത് ഒരു ദിവസം കൊണ്ട് തീർപ്പിക്കുന്നതല്ല, ഞാനിത് ഒരാഴ്ച കൊണ്ട് തീർപ്പിക്കുന്ന സംഭവമാണ് ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. സോ ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോണേ. ഹെയറിൽ ചെയ്യുന്ന കാര്യമാണേലും ഫേസിൽ ചെയ്യുന്ന കാര്യമാണേലും നെയിലിൽ ചെയ്യുന്ന കാര്യമാണേലും ഞാൻ എല്ലാം ആദ്യമായിട്ടാണ് ചെയ്യാൻ പോണത്. സോ ഹെയർ ഞാൻ ആക്ച്വലി ആൻറ്റി ഫ്രിസ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ, എൻ്റെ മുടി ചകിരി പോലെ ഇരിക്കുന്നത്, അപ്പോൾ ഞാൻ ആൻറ്റി ഫ്രിസ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് വെച്ചു. ഫേസിൽ ഞാൻ ഹൈഡ്രോ ഫേഷ്യൽ ചെയ്യാൻ പോവാണ്. ആൻഡ് നെയിൽസിൽ ഞാൻ അക്രിലിക് നെയിൽസാണ് ഞാൻ ചെയ്യാൻ പോണത്, എക്സ്റ്റൻഷൻ. അപ്പോൾ ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം ഈ ഒരു വീഡിയോയിൽ തന്നെ. ഓക്കെ, ഞാൻ പ്രൈസും ഏത് സ്ഥലമാണ്, എങ്ങനെ അവരുടെ സർവീസ് എല്ലാം ഞാൻ പറയാം. സോ ആദ്യം ഞാൻ ഹെയർ ചെയ്യാനാണ് പോയത്. അത് ഞാൻ സ്റ്റുഡിയോ 1 ഹോട്ടലിൽ അകത്തുള്ള ഒരു മൈക്ക് ആൻഡ് കാൾസ് എന്ന് പറഞ്ഞിട്ടൊരു സലൂണാണ്. ഇത് ഹോട്ടലാണ്. ഇത് ഹോട്ടലിൻ്റെ പ്രെമിസസ് ആണ്. അടിപൊളിയാണ് അകത്ത് കാണാനും, നല്ല ഡെക്കറേഷൻസാണ് അകത്ത്. നമ്മൾ പോയി ആദ്യം എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ചെറിയ ട്രിമ്മിങ് ഉണ്ടായിരുന്നു. അങ്ങനെ പുള്ളിക്കാരി ആദ്യം ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ തുടങ്ങിയത്. സോ നിങ്ങളിപ്പോൾ കണ്ട പോലെ തന്നെ ഞാനിപ്പം ആൻറ്റി ഫ്രിസ് ട്രീറ്റ്മെൻറ്റാണ് ചെയ്തത്. ഞാൻ കെരാറ്റിൻ ട്രീറ്റ്മെൻ്റ് അല്ല ചെയ്തത്. ഒരു മാക്സിമം 40-45 മിനിറ്റ്സേ എടുത്തുള്ളൂ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. എനിക്ക് ഇത്രയും സ്ട്രെയിറ്റ് വേണ്ടാന്ന് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞതാണ്. ബട്ട് ഇതിപ്പോൾ ചെയ്യുന്ന ആ ദിവസം ഉണ്ടാവുള്ളൂ ഇത്രയും സ്ട്രെയിറ്റ് ആയിട്ട്. അല്ലാത്ത ദിവസങ്ങളൊക്കെ ഒരു വാഷൊക്കെ കഴിയുമ്പോഴത്തേക്കും നാച്ചുറൽ പോലെ ഇരിക്കും മുടി. കാരണം ഇത് ആൻറ്റി ഫ്രിസ് ട്രീറ്റ്മെൻ്റ് ആണ്, ഇത് കെരാറ്റിൻ ട്രീറ്റ്മെൻ്റ് അല്ല. ഇത് മുടീൻ്റെ ഫ്രിസിനെസ് മാത്രം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. അവർ പറഞ്ഞു 24 hours കഴിഞ്ഞാലേ എനിക്ക് കുളിക്കാൻ പറ്റുള്ളൂ, അതുപോലെ തന്നെ മുടി കെട്ടിവെക്കാനും പാടില്ല എന്ന് പറഞ്ഞു. എല്ലാം നല്ലതായിരുന്നു. നമ്മൾ ആ ഹോട്ടലും ആ പ്രീമിസസൊക്കെ നമ്മൾ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. സെലൂണിൻ്റെ സർവീസസ് ആണെങ്കിലും നല്ലതായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ലഞ്ചിന് പോയി, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. PF ഷങ്സിൽ നമ്മൾ കയറിയത് മർദിവ് സിറ്റി സെൻറ്ററിൽ. ഇവിടുത്തെ എല്ലാ ഐറ്റംസിനും നല്ല കത്തിയാണ്, പക്ഷേ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് അങ്ങനെ എപ്പോഴും പോകണമെന്നല്ല, വളരെ റെയറായിട്ട് പോകുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഇവിടുത്തെ ഡൈനമൈറ്റ് ഷ്രിംസ് നല്ല ടേസ്റ്റാണ്. ഇവിടുത്തെ ഏറ്റവും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണിത്. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത്. പിന്നെ നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. നാട്ടിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് അങ്ങനെ വീട്ടിൽ പോയി. നെക്സ്റ്റ് ഡേ നമ്മൾ ഹൈഡ്രാ ഫേഷ്യലിന് വന്നു. ഇവിടെ കെയർ സീക്രറ്റ്സ് അവർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ സ്കിൻ അനാലിസിസ് ആയിട്ടാണ്. അവരെൻ്റെ സ്കിന്നൊക്കെ ടെസ്റ്റ് ചെയ്തു, എന്തൊക്കെ കുഴപ്പമുണ്ട്. മൊത്തം കുഴപ്പമായിരുന്നു. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് ഹൈഡ്രാ ഫേഷ്യൽ സെഷന് വേണ്ടി സ്റ്റാർട്ടായി. അങ്ങനെ ഹൈഡ്രാ ഫേഷ്യലിൻ്റെ എല്ലാ സ്റ്റെപ്സും ഞാനിപ്പം കാണിക്കാം.
ഗൈസ് നിങ്ങൾ കണ്ട പോലെ നോക്ക്, എൻ്റെ മൂക്ക് ഫുൾ ക്ലീൻ ആയി. എനിക്ക് കുറേ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് മൊത്തം ക്ലീൻ ആക്കി അവർ. എൻ്റെ ഫേസ് കുരുക്കളൊക്കെ അവർ പൊട്ടിച്ചെടുത്തു. നല്ല വേദന ഉണ്ടായിരുന്നു ഇവിടെ മൂക്കിൽ ചെയ്തപ്പം, പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല. അപ്പം അവരെല്ലാം റെഡിയാക്കി നല്ല ക്ലീനാക്കി തന്നു. സോ ഇതൊരു നോർമൽ ഹൈഡ്രാ ഫേഷ്യലാണ് ഞാൻ എടുത്തത്. പക്ഷേ അവർ പറയണത് എൻ്റെ സ്കിൻ ടോണിനനുസരിച്ച് ഞാൻ ഡെർമ ഹൈഡ്രാ ഫേഷ്യൽ എന്തോ ഞാൻ യൂസ് ചെയ്യേണ്ടത്. അതാകുമ്പോൾ ഇവിടുത്തെ പോർസിൻ്റെ ഈ പാടുകളൊക്കെ പോകുന്ന പറയണേ. സോ നെക്സ്റ്റ് ടൈം ഞാൻ അത് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കാം. ബട്ട് ഓവറോൾ എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. അവർ കുറേ നിങ്ങൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ കുറേ കാര്യങ്ങൾ അവർ ചെയ്തു. സോ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഈ സർവീസിൽ. അടുത്ത ദിവസം എൻ്റെ നെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജുമേരയിലുള്ള ബ്ലോ ഔട്ട് ബ്യൂട്ടി പാർലറിലോട്ട് ഞാൻ പോയി. അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നാലും നല്ല രസമായിട്ട് അവർ നല്ല ടൈം എടുത്ത് അവർ ഓരോ സ്റ്റെപ്പും ചെയ്തു. അതും ഞാൻ കാണിക്കാം. കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ആക്ച്വലി പർപ്പിളിഷ് ആണോ ചോദിച്ചാൽ ആണ്, മെറൂണിഷ് ആണോ ചോദിച്ചാൽ അതുമാണ്. കുറച്ച് ഷിമ്മർ ഉണ്ട്, ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞ് വിശന്നപ്പോൾ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഇത് ഞാൻ എടുത്ത് പറയേണ്ട റെസ്റ്റോറൻ്റാണ്. ഇതിൻ്റെ പേര്, ഈ റെസ്റ്റോറൻറ്റ് പേര് റെങ്ക്ല പഞ്ചാബ് 2.0 എന്നാണ്. ഇവിടുത്തെ ഫുഡ്, കറി, ബട്ടർ നാൻ അടിപൊളിയാണ്. അതിൻ്റെ ഇൻറ്റീരിയർ ആണെങ്കിലും പ്ലേറ്റ് ആണെങ്കിലും അവിടെ ഒരു സ്പൂൺ, ഫോർക്ക് എല്ലാം നല്ല ഭംഗിയാണ് കാണാൻ. പുതിയതായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എല്ലാം നല്ല രസമാണ്. ചിക്കൻ ആണെങ്കിലും എല്ലാം അടിപൊളി. നിങ്ങൾ വന്ന് മസ്റ്റ് ട്രൈ സ്ഥലമാണിത്. റെങ്ക്ല പഞ്ചാബ് 2.0. ഇത് കരാമയിലുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഞാൻ എൻ്റെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആക്ച്വലി നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. കാരണം ഈ പ്രാവശ്യം ഒരുപാട് പുതിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് സാധനങ്ങൾ മേടിച്ചു, ഷോപ്പ് ചെയ്തു, ഒരുപാട് ടയേർഡായി, നല്ല ലേറ്റായി. അങ്ങനെ തിരിച്ച് വീട്ടിൽ പോകാൻ പോവാണ്. സോ ഇനി നമുക്ക് നാട്ടിൽ വെച്ച് കാണാം. ഇനി എൻ്റെ വ്ളോഗ്സ് എല്ലാം നാട്ടിലത്തെ വ്ളോഗ്സ് ആയിരിക്കും. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.